ഹലോ സ്റ്റുഡൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്ന 4th മൊഡ്യൂളിൻ്റെ 2nd യൂണിറ്റാണ് സ്ക്യൂനെസ്, മൊമെൻറ്റ്സ് ആൻഡ് കർട്ടോസിസ്. അപ്പം നമ്മൾ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി പഠിച്ചു, മെഷർ ഓഫ് ഡിസ്പെർഷൻ പഠിച്ചു. ഈ രണ്ടെണ്ണത്തിനകത്ത് നമ്മളൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ സെൻട്രൽ വാല്യൂവിനെ കുറിച്ചാണ് പഠിച്ചത്. അതായത് ഒന്നുകിൽ സെൻട്രൽ വാല്യൂ, ഈ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിക്കകത്ത് നമ്മൾ പഠിച്ചത് സെൻട്രൽ വാല്യൂവിനെ കുറിച്ചും, മെഷർ ഓഫ് ഡിസ്പെർഷനകത്ത് നമ്മൾ പഠിച്ചത് ടു വാട്ട് എക്സ്റ്റെൻഡ് ദ ഡേറ്റ ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രം ദ സെൻട്രൽ വാല്യൂ, സെൻട്രൽ വാല്യൂവിൻ്റെ അകത്ത് നിന്ന് എത്ര വേരിയേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ഈ രണ്ടെണ്ണത്തിൽ നമ്മളൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും പഠിക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ക്യൂനെസ്സും കർട്ടോസിസും നമ്മൾ പഠിക്കുന്നത്. ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ റിയൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് മെഷർ ഓഫ് സ്ക്യൂനെസ്സും കർട്ടോസിസും എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്നത് ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സിമെട്രിക്കൽ ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക്കൽ അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിക്കുന്നത് സ്ക്യൂനെസ്, മൊമെൻറ്റ്, കർട്ടോസിസ് യൂസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സ്ക്യൂനെസ് എന്ന് വിളിക്കുന്നത്. സ്ക്യൂനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാക്ക് ഓഫ് സിമെട്രി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസിമെട്രിയാണ് നമ്മൾ ഇതിനകത്ത് ഡിനോട്ട് ചെയ്യുന്നത്. ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ സ്ക്യൂഡ് എന്നുണ്ടെങ്കിൽ മോഡിൻ്റെ ഒരു സൈഡിലുള്ള ഐറ്റത്തിനേക്കാളും കൂടുതലായിരിക്കും മറ്റേ സൈഡിൽ വരുന്നത്. അതേപോലെ തന്നെ ഒരു സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനിൽ മീനും മീഡിയനും മോഡും ഒരിക്കലും ഈക്വലായിട്ട് വരുമല്ല. Q1ഉം Q3യും മീഡിയൻ്റെ അടുത്തുനിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് അസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഒരു ഡിസ്ട്രിബ്യൂഷനിൽ സ്ക്യൂനെസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടെയിൽ, ഏതെങ്കിലും ഒരു ടെയിൽ ലോങ്ങർ ആയിരിക്കും. ഒന്നുകിൽ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലെ ടെയിലിന് നീളം കൂടുതലുണ്ടായിരിക്കും. അടുത്ത ഡെഫിനേഷനാണ് ഡെഫിനേഷൻ ഓഫ് സ്ക്യൂനെസ്. സ്ക്യൂനെസ് ഡിനോട്ട് ദ ടെൻഡൻസി ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ ടു ഡിപ്പാർട്ട് ഫ്രം ദ സിമെട്രി. സിമെട്രിയിൽ നിന്നും വേറിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ ടെൻഡൻസിനെയാണ് നമ്മൾ സ്ക്യൂനെസ് എന്ന് വിളിക്കുന്നത്. അവിടെ ഒരു 3 ഡെഫിനേഷൻ സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ഏറ്റവും ചെറുത് നോക്കുന്നതുകൊണ്ട് ചെറുത് പറയാം. അക്കോർഡിംഗ് ടു ക്രോൺസ്റ്റൺ ആൻഡ് ക്രൗഡൻ, വെൻ എ സീരീസ് ഈസ് നോട്ട് സിമെട്രിക്കൽ ഇറ്റ് ഈസ് സെഡ് ടു ബി അസിമെട്രിക്കൽ ഓർ സ്ക്യൂഡ്. എപ്പോഴാണോ ഒരു സീരീസ് സിമെട്രിക്കൽ അല്ലാതെ ഇരിക്കുന്നത് അപ്പോഴാണ് അതിനെ അസിമെട്രിക്കൽ അല്ലെങ്കിൽ സ്ക്യൂഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അവിടെ ഒരു 4 ഡെഫിനേഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെഫിനേഷൻ പഠിക്കാം. അടുത്തത് ടൈപ്സ് ഓഫ് സ്ക്യൂനെസ് ആണ്. സ്ക്യൂനെസ് എന്ന് പറയുന്നത് 2 ടൈപ്പാണുള്ളത്. പോസിറ്റീവ് സ്ക്യൂനെസ്സും ഉണ്ട്, നെഗറ്റീവ് സ്ക്യൂനെസ്സും ഉണ്ട്. പോസിറ്റീവ് സ്ക്യൂനെസ് എന്ന് പറയുന്നത് മീൻ ഈസ് ഗ്രേറ്റർ ദാൻ ദ മീഡിയൻ ആൻഡ് മീഡിയൻ ഈസ് ഗ്രേറ്റർ ദാൻ ദ മോഡ്. അതായത് മീൻ എന്ന് പറയുന്നത് മീഡിയനേക്കാളും കൂടുതലായിരിക്കും, മീഡിയൻ എന്ന് പറയുന്നത് മോഡിനേക്കാളും കൂടുതലായിരിക്കും. താഴെ നിങ്ങൾക്ക് ആരോ ഇട്ട് കാണിച്ചിട്ടുണ്ട്. മീൻ ഗ്രേറ്റർ ദാൻ, മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ് എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പോസിറ്റീവ് സ്ക്യൂനെസ് ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് ടെയിൽ എന്ന് പറയുന്നത് ലെഫ്റ്റ് ടെയിലിനേക്കാളും നീളം കൂടുതലായിരിക്കും. നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് റൈറ്റ് ടെയിലിന് ലെഫ്റ്റ് ടെയിലിനേക്കാൾ നീളം കൂടുതലായിരിക്കും. അതിൻ്റെ താഴെ നിങ്ങൾക്ക് ഫിഗർ കാണിച്ചിട്ടുണ്ട്. ആ രണ്ടാമത്തെ ഫിഗർ നോക്കുക. പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. മീൻ ഗ്രേറ്റർ ദാൻ, മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. റൈറ്റ് ടെയിലിനാണ് അവിടെ നീളം കൂടുതൽ വരുന്നത്. ഇനി രണ്ടാമത്താണ് നെഗറ്റീവ് സ്ക്യൂനെസ് എന്ന് വിളിക്കുന്നത്. നെഗറ്റീവ് സ്ക്യൂനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ ഈസ് ലെസ് ദാൻ ദ മീഡിയൻ ആൻഡ് മീഡിയൻ ഈസ് ലെസ് ദാൻ ദ മോഡ്. പോസിറ്റീവിൻ്റെ നേരെ ഓപ്പോസിറ്റാണല്ലോ വരുന്നത്. മീൻ എന്ന് പറയുന്നത് മീഡിയനേക്കാളും കുറവായിരിക്കും, മീഡിയൻ എന്ന് പറയുന്നത് മോഡിനേക്കാളും കുറവായിരിക്കും. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ടെയിലിന് റൈറ്റ് ടെയിലിനേക്കാളും നീളം കൂടുതലായിരിക്കും. അതായത് ഇവിടെ കർവ് എന്ന് പറഞ്ഞാൽ സ്ക്യൂഡ് ടു ദ ലെഫ്റ്റ് ആയിരിക്കും, ലെഫ്റ്റ് ടെയിലിനായിരിക്കും നീളം കൂടുതൽ. അവിടെ ഫിഗർ 3ാമത്തെ ഫിഗറായിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ മീൻ ലെസ് ദാൻ, മീഡിയൻ ലെസ് ദാൻ മോഡാണ്. ഇനി ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് സിമെട്രിക് ഡിസ്ട്രിബ്യൂഷനാണ്. അതായത് 2 സൈഡിലും റൈറ്റ് ടെയിലും ലെഫ്റ്റ് ടെയിലും ഈക്വൽ ആയിട്ടിരിക്കുന്നതാണ് സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെ സിമെട്രി ഇല്ലാത്തതിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്യൂനെസ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്ക്യൂനെസ് ആണ്. ഫസ്റ്റ് വൺ, ഇറ്റ് റെഫേഴ്സ് ടു ലാക്ക് ഓഫ് സിമെട്രി. സിമെട്രി ഇല്ലായ്മയാണ് സ്ക്യൂനെസ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തത്, ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിഫറൻസ് ഇൻ ദ വാല്യൂസ് ഓഫ് മീൻ, മീഡിയൻ ആൻഡ് മോഡ്. മീനും മീഡിയനും മോഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് സ്ക്യൂനെസിൻ്റെ അകത്ത് പറയുന്നത്. കാരണം സിമെട്രി ഉള്ള ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ മീനും മീഡിയനും മോഡും ഈക്വൽ ആയിരിക്കും. ഇത് ഡിഫറൻ്റ് ആയിട്ട് വന്നാലാണ് അവിടെ സ്ക്യൂനെസ് ഉള്ളത്.
തേർഡ് വൺ, ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിഫറൻസ് ഇൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ക്വാർട്ടൈൽസ് ആൻഡ് മീഡിയൻ. രണ്ട് ക്വാർട്ടൈൽസിൽ, അതായത് നമ്മുടെ Q1ഉം Q3യും പിന്നെ നമ്മുടെ മീഡിയനും തമ്മിലുള്ള ഡിഫറൻസാണ് ഇതിനകത്ത് നമ്മൾ ആ ഒരു ഡിസ്റ്റൻസാണ് നമ്മൾ കാണിക്കുന്നത്. ഫോർത്ത് വൺ, ഇറ്റ് മേ ബി എയ്തർ പോസിറ്റീവ് സ്ക്യൂനെസ് ഓർ നെഗറ്റീവ് സ്ക്യൂനെസ്. സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാവാം, ഒന്നുകിൽ പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് സ്ക്യൂഡ് ടു ദ റൈറ്റ് ആയിരിക്കും, നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ സ്ക്യൂഡ് ടു ദ ലെഫ്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്ക്യൂനെസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാണെന്നുള്ളത്. അതായത് ഹയസ്റ്റ് വാല്യൂവിലേക്കാണോ അല്ലെങ്കിൽ ലോവർ വാല്യൂവിലേക്കാണോ മോർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഡിഗ്രി ഓഫ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ നേച്ചർ ഓഫ് കോൺസെൻട്രേഷൻ അറിയാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തത് മീനും മീഡിയനും മോഡും തമ്മിലുള്ള എംപിരിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഹോൾഡ് ഗുഡ്, നന്നായിട്ടാണോ ഇരിക്കുന്നത്, അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഏത് എക്സ്റ്റെൻറ്റിലേക്കാണ് പോയിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. തേർഡ് വൺ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ നോർമലാണോ അതോ സ്ക്യൂഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനാണോ എന്നറിയാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ മൂന്നെണ്ണമാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് നമുക്കുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്പെർഷൻ ആൻഡ് സ്ക്യൂനെസ്. സ്ക്യൂനെസ്സും ഡിസ്പെർഷനും തമ്മിലുള്ള ഡിഫറൻസാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസ്പെർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് എമൗണ്ട് ഓഫ് വേരിയേഷൻ, എത്ര ഡിഫറൻസ് അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സ്ക്യൂനെസ്സിലാണെന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ ഓഫ് വേരിയേഷനാണ്. ഒരിടത്ത് എമൗണ്ട് ഓഫ് വേരിയേഷനും ഒരിടത്ത് ഡയറക്ഷൻ ഓഫ് വേരിയേഷനുമാണ് നമ്മൾ നോക്കുന്നത്. രണ്ടാമത്തെ പോയിൻറ്റ് ഡിസ്പെർഷൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ട്രൂത്ത്ഫുൾനെസ് ഓഫ് ദ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എത്ര ട്രൂത്ത്ഫുൾ ആണ് എന്നുള്ളതാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. പക്ഷേ സ്ക്യൂനെസ്സിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, അതായത് മീൻ മീഡിയൻ മോഡ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് ഡിസ്പെർഷൻ എന്ന് പറയുന്നത് ഫൈൻഡിങ് ഔട്ട് ദ ഡിഗ്രി ഓഫ് വേരിയബിലിറ്റി എത്രയെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്, അതിൻ്റെ ഡിഗ്രി എത്രയുണ്ടെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്ക്യൂനെസ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഹയർ ഓർ ലോവർ വാല്യൂസിലാണോ കോൺസെൻട്രേഷൻ വന്നിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്. ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ മെഷർ ഓഫ് ഡിസ്പെർഷൻ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ മെഷർ ഓഫ് സ്ക്യൂനെസ്. മെഷർ ഓഫ് സ്ക്യൂനെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല മെഷർ ഓഫ് ഡിസ്പെർഷൻ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ മെഷർ ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുന്നത് ഡിസ്പെർഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ഡിസ്പെർഷൻ്റെ അകത്ത് റിലയബിലിറ്റി എത്രയാണെന്നുള്ളതാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സ്ക്യൂനെസ്സിൻ്റെ അകത്ത് ഡിസ്ട്രിബ്യൂഷൻ നോർമലാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സിക്സ്ത് വൺ മെഷർ ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയുന്നത് ആവറേജ് ഓഫ് ഡീവിയേഷൻസ് ആണ്. മെഷർ ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ടു ആവറേജസ് ആണ്. നെക്സ്റ്റ് ടെസ്റ്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. ഇത് നമ്മൾ അപ്പുറത്ത് പറഞ്ഞ കാര്യം തന്നെയാണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആവറേജസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ചെക്ക് ചെയ്യുമ്പം മീനും മീഡിയനും മോഡും ഈക്വലായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ സ്ക്യൂനെസ് ഒന്നുമില്ല. അതായത് അതൊരു സിമെട്രിക്കലായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനാണ്. ഇനി മെയിൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ പോസിറ്റീവ് സ്ക്യൂനെസ് ആണുള്ളത്. മീൻ ലെസ് ദാൻ മീഡിയൻ ലെസ് ദാൻ മോഡാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സ്ക്യൂനെസ് ആണുള്ളത്. രണ്ടാമത്തത് ഡിസ്റ്റൻസ് ഓഫ് ക്വാർട്ടൈൽ ഫ്രം മീഡിയനിൽ നിന്ന് ക്വാർട്ടൈൽസിന്, അതായത് Q1 Q3യുടെ ഡിസ്റ്റൻസ് എങ്ങനെയാണെന്നുള്ളത്. Q3 മൈനസ് മീഡിയൻ ഈസ് ഈക്വൽ ടു മീഡിയൻ മൈനസ് Q1 ആണെന്നുണ്ടെങ്കിൽ അവിടെ നോ സ്ക്യൂനെസ് ആണ്. അതായത് മീഡിയനിലേക്ക് Q3യിൽ നിന്നും Q1ൽ നിന്നും സെയിം ഡിസ്റ്റൻസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ സ്ക്യൂനെസ് ഒന്നുമില്ല. ഇനി Q3 മൈനസ് മീഡിയൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ മൈനസ് Q1 ആണെന്നുണ്ടെങ്കിൽ അവിടെ പോസിറ്റീവ് സ്ക്യൂനെസ്, അതായത് മീഡിയനിൽ നിന്നും Q3യിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് Q1ലേക്കുള്ള ഡിസ്റ്റൻസിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ പോസിറ്റീവ് സ്ക്യൂനെസ് ആണുള്ളത്. ഇനി Q3 മൈനസ് മീഡിയൻ ലെസ് ദാൻ മീഡിയൻ മൈനസ് Q1 ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സ്ക്യൂനെസ്, അതായത് മീഡിയനിൽ നിന്ന് Q1ലേക്കുള്ള ദൂരമാണ് കൂടുതലായിട്ടെന്നുണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ് സ്ക്യൂനെസ് ആണ് വരുന്നത്. തേർഡ് വണ്ണാണ് ഫ്രീക്വൻസി കർവ്. നമ്മുടെ ഫ്രീക്വൻസി കർവ് എന്ന് പറഞ്ഞാൽ സിമെട്രിക്കലാണെന്നുണ്ടെങ്കിൽ അവിടെ സ്ക്യൂനെസ് ഒന്നുമില്ല. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ്, അതായത് റൈറ്റ് ടെയിലിന് നീളം കൂടുതലാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് സ്ക്യൂനെസ്സും, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലെഫ്റ്റ് ടെയിലിന് നീളം കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് സ്ക്യൂനെസ്സും ആയിരിക്കും. ഫോർത്ത് വൺ ഫ്രീക്വൻസീസ് ഓൺ ബോത്ത് സൈഡ് ഓഫ് മോഡിൻ്റെ സൈഡിലുള്ള ഫ്രീക്വൻസിയുടെ ബേസിസിൽ പറഞ്ഞിരിക്കുന്നത്. മോഡിൻ്റെ രണ്ട് സൈഡിലുമുള്ള ഫ്രീക്വൻസീസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ സ്ക്യൂനെസ് ഒന്നുമില്ല, നോ സ്ക്യൂനെസ് ആണ്. അടുത്തത് സം ഓഫ് ദ ഡീവിയേഷൻ ഫ്രം മീൻ മീഡിയൻ ഓർ മോഡ്. മീനും മീഡിയനും മോഡും തമ്മിലുള്ള സം
സമ്മിൻ്റെ അകത്തു നിന്നുള്ള ഡിഫറൻസ്. ഇഫ് ദ സം ഓഫ് പോസിറ്റീവ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് നെഗറ്റീവ് ഡീവിയേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ നോ സ്ക്യൂനെസ് ആണ്. നെഗറ്റീവ് ഡീവിയേഷനും പോസിറ്റീവ് ഡീവിയേഷനും തമ്മിലുള്ള സമ്മ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ മോളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടെ വെച്ചിട്ട് സ്ക്യൂനെസ്സിൻ്റെ അല്ലെങ്കിൽ സ്ക്യൂവ്ഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു 5 പോയിൻ്റ് അവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. മീൻ നോട്ട് ഈക്വൽ ടു മീഡിയൻ നോട്ട് ഈക്വൽ ടു മോഡ്, Q3 മൈനസ് Q1 നോട്ട് ഈക്വൽ ടു മീഡിയൻ മൈനസ് Q1, സം ഓഫ് പോസിറ്റീവ് ഡീവിയേഷൻ നോട്ട് ഈക്വൽ ടു സം ഓഫ് നെഗറ്റീവ് ഡീവിയേഷൻസ്, ദ ഫ്രീക്വൻസീസ് ഓൺ എയ്തർ സൈഡ് ഓഫ് ദ മോഡ് ആർ നോട്ട് ഈക്വൽ, ദ പ്ലോട്ടഡ് ഗ്രാഫ് ഫോൾഡഡ് അറ്റ് ദ സെൻറ്റർ വിൽ ഹാവ് അൺഈക്വൽ ടൈൽസ്. ഈ 5 കണ്ടീഷൻസ് വരുന്നിടത്തെല്ലാം സ്ക്യൂനെസ് ഉണ്ടായി, അല്ലെങ്കിൽ സ്ക്യൂനെസ്സിൻ്റെ പ്രത്യേകതകളാണ് ഈ 5 എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് ആണ്. ഒരു സ്ക്യൂനെസ് എന്ന് പറയുന്നത് മെഷർ ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് അല്ലെങ്കിൽ റിലേറ്റീവ് ആകാം. നമ്മൾ നേരത്തെ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ പഠിച്ച സമയത്ത് അബ്സല്യൂട്ട് മെഷറും റിലേറ്റീവ് മെഷറും പഠിച്ചായിരുന്നു, കോഎഫിഷ്യൻറ്റ് നമ്മൾ പഠിച്ചായിരുന്നല്ലോ. അപ്പോൾ അതേപോലെ ഇവിടെ സ്ക്യൂനെസ്സിൻ്റെ മെഷറും ഒന്നെങ്കിൽ അബ്സല്യൂട്ട് അല്ലെങ്കിൽ റിലേറ്റീവ് ആകാം. അബ്സല്യൂട്ട് മെഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പറയുന്നത് ഡയറക്ഷൻ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് അസിമെട്രി എത്രയാണെന്നുള്ളതാണ് നമ്മളോട് പറയുന്നത്. അബ്സല്യൂട്ട് മെഷറിൽ ഡയറക്ഷൻ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് അസിമെട്രിയാണ് പറയുന്നത്. റിലേറ്റീവ് മെഷറാണ് ഈ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് പെർമിറ്റ് അസ് ടു കമ്പയർ 2 ഓർ മോർ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, 2 അതിലധികമോ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ടാണ് നമുക്ക് ഈ ഒരു കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ആപ്ലിക്കബിൾ ആവുന്നത്. ഈ റിലേറ്റീവ് മെഷർ ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുന്ന 4 ഉണ്ട്. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഉണ്ട്, ബൗളീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഉണ്ട്, കെല്ലീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഉണ്ട്, മെഷർ ഓഫ് സ്ക്യൂനെസ് ബേസ്ഡ് ഓൺ മൊമെൻറ്റ്സ്. ഇങ്ങനെ 4 നമുക്കുള്ളത്. അബ്സല്യൂട്ട് മെഷേഴ്സിനെ മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് എന്നും റിലേറ്റീവ് മെഷേഴ്സിനെ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് എന്നുമാണ് നമ്മൾ വിളിക്കുന്നത്. ഇനി ഫസ്റ്റ് വണ്ണാണ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് മെഷർ ഓഫ് സ്ക്യൂനെസ് ആണ്. അതിൻ്റെ അബ്സല്യൂട്ട് മെഷർ ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുന്നത് എഫ് കെ ഈസ് ഈക്വൽ ടു മീൻ മൈനസ് മോഡും, അല്ലെങ്കിൽ എക്സ് കെ ഈസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് ഇസഡ് ആണ്. മീനിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് എക്സ് ബാറും മോഡിനെ ഇസഡ് വെച്ചിട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ അബ്സല്യൂട്ട് മെഷർ എന്ന് പറയുന്നത്. ഇനി റിലേറ്റീവ് മെഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെ പി ആണ്. ഈ എഫ് കെ ജെ പി ഇതെല്ലാം നിങ്ങൾ നോക്കി വെച്ചോണം. എഫ് കെ എന്ന് പറയുമ്പോൾ സ്ക്യൂനെസ് കാൾ പിയേഴ്സൺ, കാൾ എന്നുള്ളതിൻ്റെയാണ്. ജെ പി എന്ന് പറയുമ്പം ജെ എന്തിൻ്റെയാണാവും, പി എന്ന് പറയുന്നത് പിയേഴ്സൻ്റേതാണ്. അപ്പോൾ കോഎഫിഷ്യൻ്റ് കാണാനായിട്ട് അല്ലെങ്കിൽ റിലേറ്റീവ് മെഷർ കാണാനായിട്ട് ജെ പി ഈസ് ഈക്വൽ ടു മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. ഇനി മോഡ് ഇൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ അബ്സല്യൂട്ട് മെഷർ എന്ന് പറയുന്നത് എഫ് കെ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ ആണ്. റിലേറ്റീവ് മെഷർ എന്ന് പറയുന്നത് 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. ഇനി രണ്ടാമത്തെ മെഷർ ബൗളീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്, അതായത് സെക്കൻഡ് മെഷർ ഓഫ് സ്ക്യൂനെസ് ആണ്. അതിൻ്റെ അതേ അബ്സല്യൂട്ട് മെഷർ എന്ന് പറയുന്നത് എഫ് കെ ഈസ് ഈക്വൽ ടു Q3 പ്ലസ് Q1 മൈനസ് 2M ആണ്. റിലേറ്റീവ് മെഷർ എന്ന് പറയുന്നത് ജെ ബി ഈസ് ഈക്വൽ ടു Q3 പ്ലസ് Q1 മൈനസ് 2M ഡിവൈഡഡ് ബൈ Q3 മൈനസ് Q1 ആണ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ചു പോയ ക്വാർട്ടൈൽസ് വേണം ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അടുത്തൊരു ടിപ്സ് ടു റിമെമ്പർ കിടപ്പുണ്ട്. ഈ ബൗളീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുന്നത് ക്വാർട്ടൈൽ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് എന്നും അറിയപ്പെടുന്നുണ്ട്. കാരണം നമ്മൾ അതിൻ്റെ അകത്ത് ക്വാർട്ടൈൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ മെത്തേഡ് എന്ന് പറയുന്ന ഓപ്പൺ ഇൻ്റെ ക്ലാസ്സുകളിലും ക്ലാസ്സസ് വിത്ത് അൺഈക്വൽ ഇൻ്റർവെൽസ് ഉള്ളിടത്ത് നമുക്ക് ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും, യൂസ്ഫുള്ളാണ്. പിന്നെ തേർഡ് വൺ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ബൗളിയുടെ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്സും കാൾ പിയേഴ്സൻ്റെ ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്സും നമുക്ക് തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കാരണം നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള കോഎഫിഷ്യൻ്റ് വാല്യൂവേ കിട്ടുകയുള്ളൂ. ചില സമയത്ത് ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവായിട്ട് വരെ നമുക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇനി തേർഡ് വണ്ണാണ് കെല്ലീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്, തേർഡ് മെഷറാണ്. കെല്ലീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് കാണാനായുള്ള അബ്സല്യൂട്ട് മെഷർ എന്ന് പറയുന്നത് എസ് കെ ഈസ് ഈക്വൽ ടു P9 പ്ലസ് D1 മൈനസ് 2M, അല്ലാന്നുണ്ടെങ്കിൽ എസ് കെ ഈസ് ഈക്വൽ ടു P90 പ്ലസ് P10 മൈനസ് 2M. ഈ ഡിയും D9 D1 P90 P10 ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡി എന്ന് പറയുന്ന ഡെസൈൽസും പി എന്ന് പറയുന്ന പെർസെൻറ്റേജുമാണ്. അതായത് നിങ്ങൾ നേരത്തെ പഠിച്ചു പോയ മീന്, മീഡിയന്, മോഡ്, ക്വാർട്ടൈൽസ്, ഡിസൈൽസ്, പെർസെൻറ്റേജ് ഇതെല്ലാം നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വീണ്ടും അപ്ലൈ ചെയ്യാനായിട്ട് വരുവാണ്. ദെൻ റിലേറ്റീവ് മെഷർ എന്ന് പറയുന്നത് D9 പ്ലസ് D1 മൈനസ് 2M ഡിവൈഡഡ് ബൈ D9 മൈനസ് D1.
അതല്ലാന്നുണ്ടെങ്കിൽ JK = P90 + P10 - 2m / P90 - P10. നെക്സ്റ്റ് ഫോർത്ത് വൺ ആണ് സ്ക്യൂനെസ് ബേസ്ഡ് ഓൺ മൊമെൻറ്റ്. നമുക്ക് 4 മെഷേഴ്സാണുള്ളത്. അതിൽ 4-മത്താണ് സ്ക്യൂനെസ് ബേസ്ഡ് ഓൺ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് മൊമെൻറ്റ്സ് സ്ക്യൂനെസ് ക്യാൻ ബി സ്റ്റഡീഡ് ഓൺലി ഇൻ എ റിലേറ്റീവ് മാനർ. അപ്പം നമ്മൾ മൊമെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ട് സ്ക്യൂനെസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിലേറ്റീവ് മെഷർ മാത്രമേ വരുന്നുള്ളൂ. നമ്മളിവിടെ 2 കോൺസ്റ്റൻറ്റുകളെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ക്യൂനെസ് മെഷർ ചെയ്യുന്നത്, β1 γ1. അക്കോർഡിംഗ് ടു β1 ആണെന്നുണ്ടെങ്കിൽ β1 = μ3³ / μ2³. മ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊമെൻ്റാണ്. അപ്പം μ3³ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേർഡ് മൊമെൻറ്റിൻ്റെ സ്ക്വയർ / സെക്കൻഡ് മൊമെൻറ്റിൻ്റെ ക്യൂബ്. അതാണ് നമുക്ക് β1 എന്ന് പറയുന്നത്. ഇനി γ1 യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു γ1 ദിസ് മെഷർ ഓഫ് കോഎഫിഷ്യന്റ് സ്ക്യൂനെസ് ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ R. ഫിഷറാണ് γ1ൻ്റെ ആ ഒരു മെഷർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ JF = ± √μ3² / μ2³. അതായത് μ3 / സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്യൂബ്, അതായത് σ³ വരുന്നത്. പിന്നെ അവിടെ ടിപ്സ് ടു റിമെമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ β1 എന്ന് പറയുന്നത് 0 വരുവാണെന്നുണ്ടെങ്കിൽ അത് ആബ്സെൻസ് ഓഫ് സ്ക്യൂനെസ് ആണ്, സ്ക്യൂനെസ് ഇല്ലാത്ത അവസ്ഥയാണ്. പിന്നെ β1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരിക്കലും നെഗറ്റീവ് ഫിഗർ വരത്തില്ല. ഇനി γ1 എന്ന് പറയുന്നത് 0 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സ്ക്യൂനെസ് ഇല്ല. γ1 എന്ന് പറയുന്നത് >0 വന്നിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് സ്ക്യൂനെസ്സും <0 വന്നിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് സ്ക്യൂനെസ്സുമാണ്. അപ്പോൾ ഇത്രയാണ് സ്ക്യൂനെസ്സിൻ്റെ ഒരു തിയറി പാർട്ടെന്ന് പറയുന്നത്. നമുക്ക് 4 മെത്തേഡാണ് സ്ക്യൂനെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ആ 4 ഇക്വേഷൻ വരെയാണ് ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ തിയറി പാർട്ട് ഇതോടുകൂടി തീരുവാണ്. പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.